ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ലേൺ വിത്ത് അഞ്ജലി. ഇപ്പോൾ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയുടെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലാത്തവർ ആദ്യ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ സെക്കൻഡ് പാർട്ട് കാണാവുള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. അപ്പോൾ ഒരു കോശസ്തരത്തിൻ്റെ ഘടന അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കോശസ്തരത്തിൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഉള്ളതെന്ന് അവിടെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ പല കളറിൽ നമുക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യെല്ലോ കളറിൽ രണ്ട് ബൗൾസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. ഒരു പർപ്പിൾ കളറിലും ഒരു യെല്ലോ കളറിലും, യെല്ലോ ഓർ ഗ്രീനിഷ് യെല്ലോ. അപ്പോൾ ആ രണ്ട് കളർ കാണുന്നതാണ് പ്രോട്ടീൻസ് ആണ്. പിന്നെ എനിക്ക് അവിടെ എഴുതാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക പ്രോട്ടീൻസ്. അപ്പോൾ പർപ്പിളിൽ 1, 2, 3, 4 ഒക്കെ വലിയ റൗണ്ട് ഷേപ്പിൽ കാണുന്ന കണ്ടില്ലേ, അതാണ് എന്ത് പ്രോട്ടീൻസ്. പിന്നെ അതിൻ്റെ താഴെ ചെറിയ എന്തുണ്ട്, ചെറിയ ബൗൾസായിട്ട് നമ്മൾ ഒരു മുത്ത് മാലയിലൊക്കെ ഓർത്തിട്ടിരിക്കുന്ന പോലെ നേരെ ലൈനായിട്ട് കാണുന്നതാണ് ഫോസ്ഫോലിപ്പിഡ് അഥവാ കൊഴുപ്പ് തന്മാത്രകൾ. മുകളിൽ വലുതായിട്ട് കണ്ടിരിക്കുന്ന ആ 4 ബൗൾസുകളാണ് പ്രോട്ടീൻ തന്മാത്രകളും. ഫോസ്ഫോലിപ്പിഡുകളാണ് ഫോസ്ഫോലിപ്പിഡ് അഥവാ കൊഴുപ്പ് തന്മാത്രകളാണ് താഴെ കണ്ടിട്ടുള്ള ആ ചെറിയ ബൗൾസ്. പിന്നെ ഒരു മാല പോലെ മേളിലേക്ക് 2 ആരോ മാർക്ക് പോലെ കണ്ടിട്ടുണ്ടോ? ഒരു മുത്തായിട്ട് മേലോട്ട് കണ്ടില്ല, അതാണ് പഞ്ചസാര അഥവാ ഷുഗറാണ് കാണുന്നത്. ഈ മേളിലേക്ക് 2, 3 ഒരു എന്താ പറയുക, ഒരു മാല കോർത്ത് ഇട്ടിരിക്കുന്ന പോലെ മേളിലേക്ക് കണ്ടിട്ടില്ലേ, ഒരു ചില്ല പോലെ, അതാണ് ഷുഗറിൻ്റെ സ്ട്രക്ചറായിട്ട് അവിടെ കാണിച്ചത്, ഷുഗർ അഥവാ പഞ്ചസാര. അപ്പോൾ കോശസ്തരത്തിൻ്റെ ഘടനയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. എല്ലാ തരം തന്മാത്രകൾക്കും ഈ പ്ലാസ്മ സ്തരത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല. അപ്പം ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയ്ക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലൂടെ അനായാസം കടന്നു പോകാൻ കഴിയുള്ളൂ. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലൂടെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ കടക്കാനാകൂ എന്നും കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് അമിനോ ആസിഡുകളും അയോണുകൾക്കുമൊക്കെ ഈ പ്ലാസ്മ സ്തരത്തിൻ്റെ ചില ചാനലുകളിലൂടെയും സുഷിരങ്ങളിലൂടെയും കടന്നു പോകാൻ കഴിയും. അത് പ്രത്യേക തരം അയോണുകൾ എന്ന് പറയുന്ന അമിനോ ആസിഡുകളും അയോണുകളാണ് കേട്ടോ. അപ്പോൾ ചില പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡുകൾ, അയോണുകളൊക്കെയാണ് ഇതിൻ്റെ ഈ പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ കടക്കാനാകുന്നത്. അപ്പോൾ പ്ലാസ്മ സ്തരത്തിലൂടെ ഏതൊക്കെ തന്മാത്രകൾക്കാണ് കടന്നു പോകാൻ കഴിയുന്നത്? ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയ്ക്ക് കടന്നു പോകാൻ കഴിയും. ചില അയേണുകൾക്കും അമിനോ ആസിഡുകൾ പോലുള്ള ചില പദാർത്ഥങ്ങൾക്കും പ്ലാസ്മ സ്തരത്തിൻ്റെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ എന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കോശത്തിനകത്തേക്കും പോകുന്നുണ്ട്, കോശത്തിൻ്റെ പുറത്തേക്കും തന്മാത്രകൾ പുറത്തേക്കും പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ അവിടെ ഒരു കണ്ടില്ലേ, ഒരു യെല്ലോ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നു, പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് പറയുന്നത് എന്തുകൊണ്ട്, അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പ്ലാസ്മ സ്തരത്തെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം, അതെന്തുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. അത് ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാൻ പറ്റും, അതായത് സുഖമായിട്ട് കടന്നു പോകാൻ പറ്റും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും, ചില പദാർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു ഏതാണ്, അമിനോ ആസിഡുകൾ മുതലായവയാണ് കേട്ടോ. അപ്പോൾ ഈ അമിനോ ആസിഡുകൾ പോലെയുള്ള ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും ഈ പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേക തരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. അതിനാലാണ് പ്ലാസ്മ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുമല്ലോ അല്ലേ. കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം
തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പ്ലാസ്മ സ്തരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ. അപ്പോൾ ചീരത്തണ്ടിൻ്റെയോ റിയോ ഇലയുടെയോ നേർത്ത പുറംപാളി എടുക്കുക. അതിനെ രണ്ടായി മുറിച്ച് അതിലൊന്ന് ശുദ്ധജലത്തിലും മറ്റേത് ഗാഢ ഉപ്പ് ലായനിയിലും ഇടുക. 2 മിനിറ്റിന് ശേഷം 2 പാളികളും സൈഡിലേക്ക് മാറ്റി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചിത്രങ്ങൾ 1.2 എയും 1.2 ബിയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, താരതമ്യം ചെയ്തിട്ട് ഏത് സാഹചര്യത്തിലെന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പോൾ അത് നമുക്ക് അതിനകത്തേക്ക് കൂടുതലായിട്ട് ഇറങ്ങാം. അപ്പോൾ അതായത് പ്രവർത്തന ക്രമത്തെ നമ്മളൊരു എന്താണ് ശുദ്ധജലത്തിലിട്ട പാളിയിലെ പ്ലാസ്മ സ്തരം കോശഭിത്തിയുമായി ചേർന്ന് കാണപ്പെടുന്നു. അതായത് ഫസ്റ്റ് പാർട്ടിലെ ഫസ്റ്റ് പിക്ചർ കാണപ്പെടുന്നത് എന്താണ് എൻഡോസ്മോസിസ് എന്നൊരു പ്രവർത്തനം നടന്നതിൻ്റെ ഫലമായിട്ട് കാണപ്പെടുന്ന ഒരു ചിത്രമാണത്. അപ്പം അത് ശുദ്ധജലത്തിലിട്ട പാളിയിലെ പ്ലാസ്മ സ്തരം അഥവാ കോശസ്തരം കോശഭിത്തിയോട് ചേർന്നിട്ടാണ് ഉള്ളത്. അവിടെ കണ്ടോ, അത് ഉള്ളിൽ നിന്ന് വലിഞ്ഞ് പുറം ഭിത്തിയോട് ചേർന്നിട്ട് കാണപ്പെടുന്നു. കണ്ടോ ഫസ്റ്റ് പിക്ചർ. അപ്പോൾ രണ്ടാമത്തെ പിക്ചർ നോക്കൂ. ഗാഢ ഉപ്പ് ലായനിലിട്ട പാളിയുടെ പ്ലാസ്മ സ്തരം കോശഭിത്തിയിൽ നിന്ന് അകന്ന് ഉള്ളിലേക്ക് അല്ലേ അകത്തേക്ക് ചുളുങ്ങിയതായിട്ട് കാണപ്പെടുന്നത്, ഉള്ളിലേക്ക് പോയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഇത് എന്താണ് എൻഡോസ്മോസിസ് ആണ്. ഇത് എക്സോസ്മോസിസും മറ്റേത് എൻഡോസ്മോസിസും. എൻഡോസ്മോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്തേക്ക് അല്ലെങ്കിൽ കോശഭിത്തിയിലേക്ക് ചേർന്ന് വരുന്നതോ, മറ്റേത് എക്സോസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് പോകുക എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റത്തെ പിക്ചർ ശുദ്ധജലത്തിലിട്ട പാളിയും മറ്റേ രണ്ടാമത്തെ പിക്ചർ ഉപ്പുലായനിയിലിട്ട പാളിയുമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മക്കൾ അതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്ന് നോക്കണം നമുക്ക് അല്ലേ, എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മനസ്സിലായി. ഇതെന്താണ് ഫസ്റ്റത്തത് എന്താണ് ശുദ്ധജലത്തിലിട്ട പാളിയാണ്. ശുദ്ധജലത്തിലിട്ട പാളിയിലെ പ്ലാസ്മ സ്തരം കോശഭിത്തിയിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. ഗാഢ ഉപ്പ് ലായനിയിലിട്ട പാളി എന്തായിട്ടുണ്ട്, അത് ഉള്ളിലേക്ക് ആ പ്ലാസ്മ സ്തരം കോശഭിത്തിയിൽ നിന്ന് അകന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് ചുരുങ്ങിപ്പോയതായിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് 2 പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ മനസ്സിലായി കാണും അല്ലേ. അപ്പോൾ ഇനി തന്മാത്രകളുടെ ഒഴുക്കാണ് പറയുന്നത്. രണ്ടാമത്തെ നമ്മൾ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ തന്മാത്രകളുടെ ഒഴുക്ക്. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ തന്മാത്രകൾ ഒഴുകി ഈ മാറ്റം സംഭവിച്ചത് എന്താണ്? 2 ബീക്കറിൽ കൊടുത്തിട്ട് 2 ബീക്കറിനകത്ത് എന്താണ് അർദ്ധധാരി സ്തരം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ പരീക്ഷണത്തിൻ്റെ തുടക്കവും 1 മണിക്കൂറിന് ശേഷം എന്താണ് സംഭവിച്ചതും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ബീക്കറിൽ ശുദ്ധജലത്തെയും ഉപ്പുവെള്ളത്തെയും ഒരു അർദ്ധധാരി സ്തരം എന്ന് പറയുന്നത് നമ്മുടെ ചീരത്തണ്ടിൻ്റെയോ റിയോ ഇലയുടെയോ കോശത്തിൻ്റെ പ്ലാസ്മ സ്തരമാണ് കേട്ടോ. പ്ലാസ്മ സ്തരം അല്ലെങ്കിൽ കോശസ്തരം, നമ്മൾ പ്ലാസ്മ സ്തരം എന്നോ കോശസ്തരം എന്നോ പറയും. അതുകൊണ്ട് വേർതിരിച്ചിരിക്കുന്നതാണ്. അർദ്ധധാരി സ്തരമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് ചീരത്തണ്ടിൻ്റെയോ റിയോ ഇലയുടെയോ എന്താണ് കോശസ്തരം കൊണ്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ കോശസ്തരത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ശുദ്ധജലത്തിൻ്റെ തന്മാത്രകളും ഉപ്പുവെള്ളത്തിൻ്റെ തന്മാത്രകളും എന്തായി മാറുന്നുണ്ട്, എവിടേക്കാണ് അത് മാറ്റം സംഭവിക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഗാഢത കൂടുതൽ എവിടെയാണെന്ന് നമ്മൾ ഈ പിക്ചർ നോക്കിയിട്ട് കാണണം. അതായത് പരീക്ഷണത്തിൻ്റെ തുടക്കത്തിൽ എ എന്ന ഭാഗത്ത് ജലതന്മാത്രകൾ ഒരുപാടുണ്ട്. അതായത് ജലതന്മാത്രകൾ അവിടെ ഒരു പിങ്ക് ഡോട്ടായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നോക്കി നോക്കുക, 2 എയും ബിയിലും മാച്ച് ചെയ്ത് നോക്കുമ്പോൾ എയിൽ ഒരുപാട് ജലതന്മാത്രകളും അവിടെ എന്തില്ല, ഉപ്പ് തന്മാത്രകളില്ല. രണ്ടാമത്തെ ബിയിലാണെങ്കിൽ അവിടെ 3 ഡോട്ടായിട്ട് കാണുന്നുണ്ട് അല്ലേ. 3 ഡോട്ട് ജലതന്മാത്രകളുണ്ട്, ബാക്കിയെല്ലാം ഉപ്പ് തന്മാത്രകളുമാണ്. പരീക്ഷണത്തിൻ്റെ തുടക്കമാണേ. അത് എന്തുകൊണ്ടാണ്, നമുക്ക് തൽക്കാലം നമുക്കത് ചീരത്തണ്ടിൻ്റെ കോശസ്തരം കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ നേർത്ത പാളി കൊണ്ട് എന്ത് ചെയ്തതാണ്, വേർതിരിച്ചതാണെന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. അപ്പോൾ അടുത്ത 1 മണിക്കൂറിന് ശേഷം എന്ത് സംഭവിച്ചു, നമുക്ക് എയിൽ നോക്കുമ്പോൾ അവിടെ എന്തില്ല, അവിടെ ജലതന്മാത്രകൾ കുറവാണ്. അപ്പോൾ ഈ ജലതന്മാത്രകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അർദ്ധധാരി സ്തരത്തിലൂടെ നമ്മുടെ ഈ ചീരത്തണ്ടിൻ്റെ കോശസ്തരത്തിലൂടെ എങ്ങോട്ട് പോയിട്ടുണ്ട്, ഉപ്പ് തന്മാത്രകളുടെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്.
അപ്പം ഉപ്പ് തന്മാത്രകളുടെ ഭാഗത്തേക്ക് അവിടെ അപ്പോൾ ഒരുപാട് ജലതന്മാത്രകളായി. നേരത്തെ അവിടെ ആകെ 3 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവിടെ എന്തായി, ഉപ്പ് തന്മാത്രകളോടൊപ്പം തന്നെ എന്തായി, ജലതന്മാത്രകളും കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ്, അപ്പോൾ ഇവിടെ എന്താണ് ഗാഢത കൂടുതലുണ്ടെങ്കിൽ ഒരുപാട് ജലതന്മാത്രകളുണ്ട്. അപ്പോൾ ഒരുപാട് ജലതന്മാത്രകളുണ്ട്. ഇപ്പുറത്താണെങ്കിൽ എയിൽ ഒരുപാട് ജലതന്മാത്രകളുണ്ട്, ബിയിൽ കുറച്ച് ജലതന്മാത്രകളേ ഉള്ളൂ. 1 2 നമുക്ക് എണ്ണാൻ പറ്റുന്ന 1 2 3 അല്ലേ. അപ്പം ഒരുപാട് ജലതന്മാത്രകളുള്ള സ്ഥലത്ത് നിന്നും കുറച്ച് മാത്രം ജലതന്മാത്രകളുള്ള സ്ഥലത്തേക്ക് ഈ തന്മാത്രകളുടെ ഒഴുക്ക് സംഭവിച്ചിരിക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ഈ തന്മാത്രകൾ അങ്ങനെ അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഈ മാറ്റത്തിനെയാണ് ഈ സഞ്ചരിച്ച ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഓസ്മോസിസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അല്ലേ. അപ്പം ശുദ്ധജലത്തിലിട്ട ഉണക്കമുന്തിരിക്ക് എന്തു സംഭവിക്കുന്നു? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ശുദ്ധജലത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണക്കമുന്തിരിക്ക് എന്താ സംഭവിക്കും? അത് വീർത്ത് വരും അല്ലേ. വീർത്ത് വരും. അതായത് വീർത്ത് വരുന്നത് എന്തുകൊണ്ടാണ് വീർത്ത് വരുന്നത്? അവിടെ എൻഡോസ്മോസിസ് സംഭവിക്കുന്നു. എൻഡോസ്മോസിസ്. അപ്പോൾ ഈ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്ക് ഇതോടൊപ്പം നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത്ര ദഹിക്കത്തില്ല. അപ്പോൾ കുറച്ച് നമുക്ക് ദഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇനിയിപ്പോൾ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്ക് എന്ന് പറയുന്നത്. അതായത് ഫെസിലിറ്റേറ്റഡ് ഫ്യൂഷൻ എന്നും ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയാം. അപ്പോൾ അത് നമുക്കൊരു അടുത്ത ക്ലാസ്സിൽ നമുക്കത് വിശദീകരിച്ചിട്ട് അത് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അടുത്ത ക്ലാസ് ഇടാം. അതത് പ്രചോദനമാകും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.